ഫ്രണ്ട്സ് എല്ലാവർക്കും ഇവാര TV സീരിയലിലേക്ക് സ്വാഗതം. രേവതി വന്നാലല്ലാതെ താൻ മരുന്നോ ഭക്ഷണമോ കഴിക്കുകയില്ലെന്ന് രവീന്ദ്രൻ വാശി പിടിക്കുന്നു. രവീന്ദ്രൻ്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങി സച്ചിയാകട്ടെ രേവതിയെ വിളിക്കാനായി രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സച്ചിയെ കാണുമ്പോൾ തന്നെ രേവതിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സച്ചിയേട്ടൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയോ എന്ന് രേവതി ചോദിക്കുന്നു. നീ വന്നാലല്ലാതെ അച്ഛൻ മരുന്നോ ഭക്ഷണമോ കഴിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. അല്ലാതെ എനിക്ക് നിന്നോടുള്ള ദേഷ്യം ഇതുവരെയും കുറഞ്ഞിട്ടില്ല എന്ന് സച്ചി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല സച്ചിയേട്ടൻ തന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത്, അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കുന്ന രേവതിയാകട്ടെ താൻ വരുന്നില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട്. എന്നാൽ രേവതിയുടെ അമ്മയാകട്ടെ രേവതിയെ പറഞ്ഞു മനസ്സിലാക്കി സച്ചിയുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. രവീന്ദ്രനെ കണ്ട മാത്രയിൽ തന്നെ രേവതി ഓടിച്ചെന്ന് രവീന്ദ്രൻ്റെ കാൽക്കൽ വീഴുകയാണ്. നടന്ന എല്ലാ തെറ്റിനും തന്നോട് ക്ഷമിക്കണമെന്നും താനിതൊന്നും അറിഞ്ഞല്ല ചെയ്തതെന്നും അറിയാതെ സംഭവിച്ചു പോയതാണ്, ഞാനന്ന് അമ്പലത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയത്, എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൂടി നോക്കിയിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി രവീന്ദ്രൻ്റെ കാൽക്കൽ വീഴുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് സച്ചിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? നീ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അച്ഛന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് തന്നെ. അതിനും കാരണം നീ മാത്രമാണ്. നീയാണ് തെറ്റ് ചെയ്തത് എന്ന് സച്ചി രേവതിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ രവീന്ദ്രൻ സച്ചിയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് റൂമിലേക്ക് വരുന്ന സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്ന്. എന്നാൽ തൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ നീ ഇനി ഇടപെടണ്ട എന്നും എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു തരണ്ട എന്നും സച്ചി രേവതിയുടെ മുഖത്ത് നോക്കി പറയുന്നത് രേവതിക്ക് സഹിക്കാനേ ആകുന്നില്ല. എന്നാൽ ഇതെല്ലാം തന്നെ പുറത്തുനിന്ന് രവീന്ദ്രൻ കേൾക്കുന്നുണ്ടാകും. സച്ചിയുടെ മനസ്സ് മാറിയിട്ടില്ല എന്ന് രവീന്ദ്രന് മനസ്സിലാക്കുകയാണ്. പിന്നീട് പുറത്തു വരുന്ന സച്ചിയോട് രവീന്ദ്രൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ രേവതിയോട് ദേഷ്യപ്പെടരുത്, നീ അവളെ മനസ്സിലാക്കി നന്നായി ജീവിക്കണം. കല്യാണം കഴിഞ്ഞു പോയവർ അവരുടെ ജീവിതം നോക്കി സന്തോഷമായി ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അതുതന്നെ ആലോചിച്ചിരുന്ന് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ മറക്കരുത് എന്ന് രവീന്ദ്രൻ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചിക്ക് ഇതൊന്നും തന്നെ മനസ്സിലാകുന്നതേയില്ല. പിന്നീട് കാണിക്കുന്നത് പതിവ് പോലെ തന്നെ രേവതി എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അവിടത്തേക്ക് ചന്ദ്രമതിയും ശ്രുതിയും വരികയാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കുകയാണ്. ഇവൾ വന്നതുകൊണ്ട് തനിക്ക് റെസ്റ്റ് എടുക്കാം എന്ന് ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശ്രുതി ആകട്ടെ എന്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തുറന്നു നോക്കുന്ന സമയത്ത് പൂരിയും അതുപോലെ പൂരി മസാലയും കാണുന്ന സമയത്ത് നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതെല്ലാം കഴിച്ചതുകൊണ്ടാണ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് തന്നെ വന്നിരിക്കുന്നത്, എല്ലാത്തിനും കാരണം നീയാണ് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ രേവതി ആകട്ടെ താൻ അച്ഛനു വേണ്ടി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. കാര്യങ്ങൾ അറിയാതെയാണ് രേവതിയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് രവീന്ദ്രൻ പറയുന്നു. ഈ സമയം അവിടത്തേക്ക് സച്ചി വരികയാണ്. നീ കഴിച്ചിട്ട് പോ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ രേവതിയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന് അറിയാവുന്ന സച്ചി ആകട്ടെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല, അവിടെ നിന്നും പോവുകയാണ്. സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.